വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് പ്രിയങ്ക. ഇന്ന് ഞാൻ കണ്ണങ്കായയുടെ പൊടി കൊണ്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. പാൻ കേക്ക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു മുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് ബീറ്റ് ചെയ്ത് എടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. മധുരം വേണ്ടാത്തവർക്ക് വേണ്ട, ഇത് ചേർക്കണ്ട. ഇനി ഇതിലോട്ട് 1/2 കപ്പ് കണ്ണങ്കായ പൊടി, ഉണക്കി പൊടിച്ച കണ്ണങ്കായയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ബേക്കിംഗ് സോഡ 2 നുള്ള് ഇട്ട് കൊടുക്കാം. ഞാൻ ബേക്കിംഗ് സോഡ ഇതിലിട്ട് കൊടുക്കണില്ല. പക്ഷേ ആ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ വെച്ചിട്ടുണ്ടാക്കണ പാൻ കേക്കിൻ്റെയും ബേക്കിംഗ് സോഡ ഇല്ലാത്തതിൻ്റെയും ആ ഡിഫറൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് 2 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം ബേക്കിംഗ് സോഡ ഞാൻ 2 നുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പാല്, പശുവിൻ്റെ പാലും കൂടി ചേർത്തിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ഇത് യോജിപ്പിച്ച് എടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് എങ്കിൽ വേഗം തന്നെ അത് പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അധികം സമയം പുറത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി ഒരു പാൻ, നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ദോശക്കല്ലോ ചൂടാക്കാം. പേരിന് ഞാൻ കുറച്ച് എണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയത് ചൂടാവുമ്പോൾ ഒരു തവി നമ്മുടെ മാവ് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഈ പാനിലോട്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തവി കൊണ്ട് ഒഴിക്കുമ്പോൾ ഇതൊരിക്കലും ലൂസായിട്ട് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മളിത് ഒഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പരന്ന് ഒരു തിക്കായിട്ട് ഇരിക്കണം. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. വെള്ളം പാൻ കേക്കിൽ കൂടാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പത്തിൻ്റെയോ ദോശയുടെ പോലെ ലൂസാവാൻ വേണ്ടിയിട്ട് ഇത് പാടില്ല. കുറച്ച് തിക്കായിട്ട് വേണം. എന്നാൽ ഒരുപാട് തിക്കാവാൻ വേണ്ടിയിട്ടും പാടില്ല. ഒരു സൈഡ് പാൻ കേക്കിൻ്റെ 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നിട്ട് ടേൺ ചെയ്ത് മറ്റേ സൈഡും 2-3 മിനിറ്റ് തന്നെ കുക്ക് ചെയ്ത് എടുക്കാം. നമ്മൾ ഒന്ന് സ്റ്റിഫാവും പാൻ കേക്ക്, ഒന്ന് ഒരു സൈഡ് കുക്കായിട്ട്, എന്നിട്ട് വേണം തിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് 2 സൈഡിലും വരുമ്പോൾ എടുക്കുക പാൻ കേക്ക്. ഇനി ഞാൻ ബേക്കിംഗ് സോഡ 2 നുള്ള് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക പാനിലോട്ട്. അപ്പോൾ ഉണ്ടോ ബബിൾസ്, ബേക്കിംഗ് സോഡ ചേർത്തത് കാരണം ബബിൾസ് മേലേക്ക് വരുന്നു. ഒപ്പം തന്നെ കുറച്ചും കൂടി എക്സ്പാൻഡ് ആവണ് പാൻ കേക്ക്, കുറച്ചും കൂടി വലിപ്പം മേലോട്ട്. ഇനി ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിരിക്കും. അതുപോലെ തന്നെ ടേസ്റ്റും കുറച്ച് കൂടുതലാണ്. ഇപ്പം നമ്മൾ ബജ്ജിയൊക്കെ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തതും ചേർക്കാത്തതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇതിലും പാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴും. നിങ്ങളെ കുട്ടികൾക്ക് സോഡാപ്പൊടി ചേർത്തിട്ടുള്ളത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉള്ളത്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ 2 സൈഡും കുക്കായി കഴിയുമ്പോൾ എടുക്കാം പാൻ കേക്ക്. ഈ ഒരു ബാറ്ററിൽ നിന്നും 5 പാൻ കേക്ക് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. മാത്രമല്ല സെർവ് ചെയ്യുന്ന സമയത്ത് മേപ്പിൾ സിറപ്പ് വളരെ തിന്നാണ്. അതാണ് മധുരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. പക്ഷെ എനിക്കിവിടെ ഇല്ല എൻ്റെ കയ്യിൽ. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ ഹണിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ ഒപ്പം ഇത് നമുക്ക് വിളമ്പാം.
അപ്പോൾ എന്തൊരു ഈസിയാണല്ലേ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബേക്കിംഗ് സോഡ ഇട്ടിട്ടും ഇല്ലാതെയും എങ്ങനെ ഉണ്ടാക്കണേന്ന് മനസ്സിലായല്ലോ. നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് പാൻ കേക്ക് ഉണ്ടാക്കണോ ഇടാതെ ഉണ്ടാക്കണോ എന്നുള്ളതൊക്കെ. സോഡ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും, കുറച്ച് വീർത്തിരിക്കും. അങ്ങനെ നമ്മൾ കടലമാവ് കൊണ്ട് ബജ്ജി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ ആ ബജ്ജിക്ക്, അങ്ങനെയായിരിക്കും ഇരിക്കുമോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.